അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. 2025 മാത്രം 6 പേരാണ് ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളിൽ ആന ഇടഞ്ഞതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടത്. എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ആദ്യമായി ഇങ്ങനൊരു മൊമെന്റ് ആദ്യമായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കയറിക്കും. ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം. മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. എല്ലാം വിധിയുടെ വിളയാട്ടം. ഇതിപ്പം വേറെ ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടി ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് ഒരു 100 ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും വീഡിയോ ഇട്ടേനെ. എന്തായാലും ഞാനൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ആനനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ആനക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിൽ ആന വളരെ സന്തോഷവാനാണ്. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കേരളത്തിലുള്ള പല ആളുകളുടെയും സാക്ഷരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല. അതിനടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ആനയല്ല, അത് ഇക്കാന്റെ കാവേരിയാണ്, അതിന് റേഷൻ കാർഡ് ഉണ്ട്, അതിന് ആധാർ കാർഡ് ഉണ്ട്, അതിന് ആനയായിട്ട് കണക്കാക്കാൻ പറ്റൂല. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ ആനനെ പിന്നെ ആനയല്ലായിട്ട് പിന്നെ എന്ത് പറയായിട്ടാ കണക്കാക്കുക? ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതിനൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഇവിടെ ഉള്ള ഒരൊറ്റ ഇൻഫ്ലുവൻസർമാരെയും കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താന്ന് വെച്ചാൽ അനിയത്തിന്റെ കൂടെ ഒളിച്ചോടി, രാത്രിയായപ്പോൾ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള തീട്ട കേസുകളൊക്കെ 2ഉം 3ഉം വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്ന കാണാം. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ജാനിനെ കുടിക്കണതിൽ കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ.